ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബേസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇതറിയാതെ നിങ്ങൾ ഈ പേപ്പറിലേക്ക് പോകുമ്പോൾ, ചാപ്റ്ററിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം. അതായത് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? നമ്മുടെ ടോപ്പിക്, നമ്മുടെ പേപ്പറിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കമ്പനിയുടെ എൻറ്റയർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മൊത്തം ഫിനാൻസ് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് 1 കോടി രൂപയുടെ ബിസിനസ് 10 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്കും നടത്തിക്കൊണ്ട് പോവാൻ. അതായത് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ പൈസ കുറവിറക്കിയിട്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പക്കയായിട്ട് പഠിക്കാൻ പോകുന്നത്. അല്ലാതെ ഈ ഫോർമുല വെറുതെ മഗ്ഗപ്പ് ചെയ്യുന്ന പരിപാടിയല്ല. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞൊരു കേസ് ഉണ്ട്. എന്താണ്? കമ്പനിയുടെ ഫിനാൻസ് കൈകാര്യം ചെയ്യാനല്ലേ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് കമ്പനി എന്താന്ന് പഠിക്കണം. എന്താണ് കമ്പനി? കമ്പനി ലോയില് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അറിയാത്തവരായിട്ട് ആരും ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് 3 കമ്പനീനെ പറ്റിയിട്ട് എനിക്ക് പറയാനുണ്ട്. ശരിക്കും എനിക്കിവിടെ 2 കമ്പനീനെ പറ്റി പറഞ്ഞാൽ മതി. എന്താണ്? പബ്ലിക് കമ്പനി എന്താണെന്നും പഠിക്കണം. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി എന്താണെന്നും അറിയണം. ഫിനാൻസ് മാനേജ്മെന്റ് എപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ അറിയണം. പബ്ലിക് കമ്പനി എന്താണെന്ന് അറിയണം, പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് അറിയണം. അതിന്റെ കൂടെ ഞാൻ ചുമ്മാ പറഞ്ഞു പോകുന്നുണ്ട് ഗവൺമെന്റ് കമ്പനി എന്താണെന്ന് കൂടി. അതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? പല ആൾക്കാരും ഇപ്പോ ഫ്രഷേഴ്സ് അല്ലെ, ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് കമ്പനി എന്താണ്, ഗവൺമെന്റ് കമ്പനി എന്താണ്, കോമാരോട് ചോദിച്ചാൽ തന്നെ പറയാം രണ്ടും ഒന്നാന്ന് പറയും. പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നല്ലേ അർത്ഥം. അപ്പൊ ജനങ്ങളുടെ കമ്പനി, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അല്ലേ. അങ്ങനെയൊക്കെയാണ്. അതായത് അവരെന്നെ എന്താണ് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കും. വിച്ച് മീൻസ് അവരെന്നെ എന്താ തെറ്റായിട്ടുള്ള ധാരണ അവരെന്നെ എന്ത് ചെയ്യും, ആലോചിച്ച് കണ്ടുപിടിക്കും അല്ലെ. മൊത്തം തെറ്റാ. പബ്ലിക് കമ്പനിയും ഗവൺമെന്റ് കമ്പനിയും തമ്മിൽ ആനയും കുതിരയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. രണ്ടും ഒന്നല്ല ഒരിക്കലും. അറിയാലോ, ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ഒരു കമ്പനിയുടെ ടോട്ടൽ ഷെയർസിന്റെ മോർ ദാൻ 50% ഷെയർസ് ഹെൽഡ് ബൈ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കമ്പനിയാണ്. മനസ്സിലായില്ലേ? ഇപ്പോ ടാറ്റ മോട്ടോഴ്സിന്റെ ടോട്ടൽ ഷെയറിൽ 50%-നും കൂടുതൽ ഷെയർസ് കൈവശമുള്ളത്, കയ്യിലുള്ളത് ഗവൺമെന്റ് കയ്യിലാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കമ്പനി ആയിട്ട് മാറും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ ഇപ്പോ സ്റ്റാർബക്സ്, റേഞ്ച് റോവർ, ഇതൊക്കെ ടാറ്റയുടെ അല്ലേ. മനസ്സിലായില്ലേ? അതെങ്ങനെ ടാറ്റയുടേതായി? നമ്മള് ഒരു കമ്പനിയുടെ മൊത്തം ഷെയർസ് ഉണ്ടാവുമല്ലോ, ടോട്ടൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ടോട്ടൽ ഷെയർസിന്റെ മോർ ദാൻ 50% ഷെയർസ് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാർബക്സിന്റെ 50%-ത്തിൽ മേലെ ഷെയർസ് ടാറ്റ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാർബക്സിന് സ്റ്റാർബക്സ് എന്ന് പറയുന്നത് ടാറ്റയുടെ കമ്പനി ആയിട്ട് മാറും. സ്റ്റാർബക്സിനെ മുഴുവനായിട്ട് ടാറ്റ വാങ്ങിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത് 50%-ത്തിൽ മേലെ ഷെയർ വാങ്ങുക എന്ന് പറയുന്നത്. വിച്ച് മീൻസ് 50%-ന് മേലെ ഷെയർസ് ടാറ്റയുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരുടെ? സ്റ്റാർബക്സിന്റെ ഷെയർസ്, ടോട്ടൽ ഷെയർസിന്റെ 50%-ന് മേലെ ഷെയർസ് ടാറ്റയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ, ടാറ്റയ്ക്ക് ആ കമ്പനിയിൽ ഒരു കൺട്രോൾ ഉണ്ടെന്നാണ് അർത്ഥം. അതായത് അത് ടാറ്റയുടെ കമ്പനിയായി എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ എവിടെ പഠിക്കും? CA അഡ്വാൻസ് അക്കൗണ്ടിങ്ങിൽ പഠിക്കും, CMA CFR പഠിക്കും ഫൈനലിൽ. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അമാൽഗമേഷൻ അതുപോലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. സോ ഇപ്പോ എഫ് എമ്മിന്റെ ക്ലാസ്സിൽ അതൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കാം, 50%-ന് മേലെ ഷെയർസ് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി ഗവൺമെന്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് കമ്പനിയായിട്ട് മാറി. സിമ്പിൾ അല്ലേ? ഇനി ഇതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെന്റ് കമ്പനി അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് പബ്ലിക് കമ്പനി, എന്താണ് പ്രൈവറ്റ് കമ്പനി? ഇതാണ് നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത്. എന്താണ് പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ ഇവിടെ ഗവൺമെന്റിനെ നോക്കണ്ട, ഗവൺമെന്റ് ഇല്ല ഇവിടെ, ഗവൺമെന്റ് പോട്ടെ. പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും ഇവിടെ ശ്രദ്ധിക്കാം. പബ്ലിക് കമ്പനിയുടെ ഷെയർസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? പബ്ലിക്കിന് വാങ്ങിക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? യെസ് ആയിരിക്കും, നോ ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് നമുക്ക് വാങ്ങാൻ പറ്റുമോ? നമുക്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് ഡയറക്ട്ലി ഒരു കമ്പനി പോയിട്ട് പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ പറ്റുമോ? ദ ആൻസർ ഈസ് നോ. പബ്ലിക്കിന് ഒരിക്കലും പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ഡയറക്ട്ലി പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. ഈസിലി അക്സസിബിൾ അല്ല, അവൈലബിൾ അല്ല. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ നമുക്ക് പെട്ടെന്നൊന്നും പോയി വാങ്ങാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നാലോ പബ്ലിക് കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിന് വാങ്ങിക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? അതൊക്കെയാണ് അതിന്റെ ക്ലാരിറ്റിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ശ്രദ്ധിക്കുക. പ്രൈവറ്റ് കമ്പനിയുടെയും പബ്ലിക് കമ്പനിയുടെയും പ്രധാന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ മാക്സിമം മെമ്പേഴ്സ്, ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് മാക്സിമം
അൺലിമിറ്റഡ് ആണ്. എത്ര പേർക്ക് വേണമെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ആവാം. എത്ര ഷെയർ ഹോൾഡേഴ്സ് വേണമെങ്കിലും ആവാം. 1000 വേണോ 2000 വേണോ, എത്ര ഷെയർ ഹോൾഡേഴ്സ് വേണമെങ്കിലും എത്ര മെമ്പേഴ്സ് വേണമെങ്കിലും എന്ത് വരും, പബ്ലിക് കമ്പനിയിൽ വരാം. ഇവിടെ മാക്സിമം 200 പാടുള്ളൂ. ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. 200-ൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് അഥവാ 200-ൽ കൂടുതൽ മെമ്പേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കമ്പനീസ് ആക്ട് 2013 റൂൾ ഉണ്ട്. പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് 200 പാടുള്ളൂ. മനസ്സിലായില്ലേ? എന്നാലോ പബ്ലിക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം മെമ്പേഴ്സ് ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. 200 ആണെന്നുണ്ടെങ്കിൽ അവിടെ അൺലിമിറ്റഡ് ആണ്. എവിടെ? പബ്ലിക് കമ്പനിയിൽ എത്ര പേർക്ക് വേണമെങ്കിലും മെമ്പേഴ്സ് ആവാം, എത്ര മെമ്പേഴ്സ് വേണമെങ്കിലും ആവാം, എത്ര ഷെയർ ഹോൾഡേഴ്സ് വേണമെങ്കിലും ആവാം. മനസ്സിലായില്ലേ? വിച്ച് മീൻസ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് ചെറുതും പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വലുതുമായിരിക്കും, അല്ലെ? അത് മാത്രമല്ല, നമുക്ക് ഒരു പബ്ലിക്കിന് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ഈസിലി അവൈലബിൾ ആയിരിക്കില്ല. എന്നാലോ നേരെ ഓപ്പോസിറ്റ്, പബ്ലിക് കമ്പനിയുടെ ഷെയർസ് പെട്ടെന്ന് വാങ്ങാൻ പറ്റുമോ? എനിക്കിപ്പോ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് കമ്പനിയുടെ ഷെയർസ് പെട്ടെന്ന് പോയിട്ട് വാങ്ങാൻ പറ്റുമോ? അതിനെ പറ്റിയിട്ടാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പ്രൈവറ്റ് കമ്പനിയുടെ ഉറപ്പായി നമുക്കൊന്നും അങ്ങനെ പെട്ടെന്ന് പോയിട്ടൊന്നും വാങ്ങാൻ പറ്റും. ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ വാങ്ങാൻ പറ്റും. എനിക്ക് വാങ്ങാം. ഇപ്പൊ വേണോ? ഇപ്പല്ല, നാളെ വാങ്ങാം. അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വാങ്ങാം. 9:30 മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ വാങ്ങാം, അല്ലേ? കൺഫ്യൂഷൻ ആവണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർസ് എനിക്ക് വാങ്ങാൻ പറ്റും. എനിക്ക് തന്നെ നിങ്ങൾക്കും വാങ്ങാം, പബ്ലിക്കിന് വാങ്ങിക്കാം. ടാറ്റ മോട്ടോഴ്സിന്റെ ടാറ്റ സൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ടാറ്റ സൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസ് എനിക്കും നല്ല നിങ്ങൾക്കും വാങ്ങാൻ പറ്റില്ല. കാരണം ടാറ്റ സൺ എന്ന് പറയുന്ന കമ്പനി പ്രൈവറ്റ് കമ്പനിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ടാറ്റ മോട്ടോഴ്സോ പബ്ലിക് കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സ് പബ്ലിക് കമ്പനിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഷെയർ വാങ്ങിക്കാൻ പറ്റും, ഈസിലി അവൈലബിൾ ആണ്. പക്ഷെ ടാറ്റ സൺസ് നോക്കാം, ടാറ്റ മോട്ടോഴ്സ് ഒരു പബ്ലിക് കമ്പനി ആയതുകൊണ്ട് എനിക്ക് ഷെയർ പെട്ടെന്ന് പോയി വാങ്ങാം. നാളെ പോയി വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കാണിച്ചു തരാം. പക്ഷെ ടാറ്റ സൺസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. എനിക്ക് ഇവിടുത്തെ ഷെയർസ് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത ചോദ്യം, ടാറ്റ മോട്ടോഴ്സ് പബ്ലിക് കമ്പനിയാണ്, എനിക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എല്ലാ പബ്ലിക് കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ പറ്റുമോ? എനിക്ക് ഈസിലി അവൈലബിൾ ആവും? അതാണ് അടുത്ത ചോദ്യം. ഇത് പറ്റില്ല. ടാറ്റ സൺസ് പ്രൈവറ്റ് കമ്പനിയാണ്, ആ ഷെയർ എനിക്ക് ഈസിലി അവൈലബിൾ അല്ല. ടാറ്റ മോട്ടോഴ്സ് പബ്ലിക് കമ്പനിയാണ്. എന്നാലോ ആ പബ്ലിക് കമ്പനിയുടെ ഷെയർ എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ? എല്ലാ പബ്ലിക് കമ്പനിയുടെ ഷെയർ എനിക്ക് വാങ്ങിക്കാൻ പറ്റും? ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അപ്പോ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം. ഈ പബ്ലിക് കമ്പനി ഉണ്ടല്ലോ, പബ്ലിക് കമ്പനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പബ്ലിക് കമ്പനി രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അൺലിസ്റ്റഡും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ലിസ്റ്റഡും ഉണ്ട്. ഓക്കെ അല്ലേ? അൺലിസ്റ്റഡും ഉണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റഡും ഉണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, ലിസ്റ്റഡ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ലോ പേപ്പറിൽ പഠിച്ചിട്ടുണ്ടാവും, കമ്പനിയുടെ സെക്യൂരിറ്റീസ്, ഷെയർസ് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലിസ്റ്റഡ് പബ്ലിക് കമ്പനി എന്ന് പറയാ. ഓക്കെ, പബ്ലിക് കമ്പനിയുടെ ഷെയർസ് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലിസ്റ്റഡ് പബ്ലിക് കമ്പനി എന്ന് പറയാം. അപ്പൊ സാറേ, എന്താണ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് മാർക്കറ്റ്? എന്താണ്? ഇതൊന്നും ഒരു ഐഡിയ ചിലപ്പോൾ ഉണ്ടാവില്ല. ഒക്കെയും പറഞ്ഞു തരാം. ഒറ്റ ചോദ്യമുള്ളൂ. ഈ ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയുടെ ഷെയർസ് നമുക്ക് ഈസിലി വാങ്ങിക്കാൻ പറ്റും. എന്നാലോ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയുടെ ഷെയർസ് പറ്റില്ല. അപ്പൊ ഈസിലി ഒരു പബ്ലിക്കിന് ഷെയർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണം എന്നൊരു റൂൾ ഉണ്ട്. റൂളല്ല, ലിസ്റ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാങ്ങിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയുടെ ഷെയർസ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ പബ്ലിക് കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു പബ്ലിക്കിന് പബ്ലിക് കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്തിരിക്കണം, ലിസ്റ്റ് ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോ ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയുടെ ഷെയർസ് ആണ്. അപ്പോ ടാറ്റ മോട്ടോഴ്സ് ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈസിലി ഞാൻ വാങ്ങിക്കുന്ന ഇത്ര കോൺഫിഡൻസിൽ പറയുന്നതിന്റെ റീസൺ അതാണ്. കാരണം ടാറ്റ മോട്ടോഴ്സ് ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിന്റെ കോൺസെപ്റ്റ് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. 2020 ഒരു 3 പേര് കൂടിയിട്ട് ഒരു കമ്പനിയാ തുടങ്ങി. കമ്പനി തുടങ്ങിയത്, കമ്പനിയുടെ പേര് ക്ലീഷ്യസ് അങ്ങനെ ABC ലിമിറ്റഡ്. അപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കാം. തുടങ്ങുന്ന സമയത്ത് ചെറിയ കമ്പനി അല്ലേ, പ്രൈവറ്റ് ലിമിറ്റഡ്. ABC ലിമിറ്റഡ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. തീരുമാനമായി. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അടിപൊളിയായിട്ട് പറഞ്ഞുതരാം. അപ്പോ നമ്മൾ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ
മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, ക്രിയേറ്റ് ചെയ്യണ്ടേ? മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിലാണ് എന്ത് ഓതറൈസ്ഡ് ഷെയർസ് ഉള്ളത്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ്. എന്താണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? 1 lakh ഷെയർസ് ആണ്. അതായത് കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് 1,00,000 ഷെയർസ് ആണ്. ഫണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാലോ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാലോ. അപ്പൊ 1,00,000 ഷെയർസ് ആണ് കമ്പനിക്ക് ലൈഫ് ടൈമിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 1,00,000-നേക്കാൾ കൂടുതൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ 1,00,000 എഴുതിയേക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റും. MOA മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ അൾട്ടർ ചെയ്താൽ മതി. അൾട്ടർ ചെയ്യുന്നത് എക്സ്പെൻസീവ് ആണ്, ഇതൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോ കമ്പനിയുടെ ലൈഫ് ടൈമിൽ കമ്പനി ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? 1 lakh ഷെയർസ് ആണ്. ഇനി പിന്നെ എന്തുണ്ടാവും? ഫേസ് വാല്യൂവിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമായിട്ട് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് 10 രൂപയായിരിക്കും. ഇഷ്ടമുള്ള പ്രൈസ് ആയിരിക്കും. എത്ര എമൗണ്ട് ആയിരിക്കും? ഇപ്പൊ 10 രൂപ എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതാണ് ഫേസ് വാല്യൂ. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ മൂല്യം കാണിച്ചിട്ടുണ്ട്, ഈ പൈസക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫേസ് വാല്യൂ 10 രൂപ. മനസ്സിലായില്ലേ? അപ്പൊ MOAയിൽ എന്തൊക്കെ ഉണ്ടാവും? ഓതറൈസ്ഡ് ഷെയർസും ഫേസ് വാല്യൂ. പിന്നെ ഡയറക്ടേഴ്സ് ആയിട്ട് 3 പേര് അവിടെ ഇരിക്കുന്നത് വിചാരിക്കും. ഓൾറെഡി ഉള്ള മെമ്പേഴ്സ് 3 മെമ്പേഴ്സ് ഉണ്ട്. ABC എന്ന് പറഞ്ഞ 3 മെമ്പേഴ്സ്. ഇവരെ കയ്യിൽ എത്ര ഉണ്ട്? 20,000 വെച്ചിട്ട് ഷെയർസ് ഉണ്ട്. തുല്യമായിട്ട് അവർ എന്ത് ചെയ്യുന്നു? വീതിക്കുന്നു ഷെയർസ്. അപ്പോ എത്രയായി? 60,000 ഷെയർസ് ആയില്ലേ? 60,000 ഷെയർസ് ആയില്ലേ? എന്റെ കണക്കൊന്നും തെറ്റിയില്ലല്ലോ. എന്റെ കണക്ക് തെറ്റില്ല മക്കളെ. അപ്പോ 40,000 ഷെയർസ് എന്തുണ്ട്? ബാലൻസ് ഉണ്ട്. 40,000 ഷെയർസ് എന്തുണ്ട്? ബാലൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് പബ്ലിക്കിന് ഇപ്പൊ കൊടുക്കുന്നുണ്ടോ? ഇല്ല. തുടങ്ങിയിട്ടല്ലോ. ഞങ്ങൾ മതി, ഞങ്ങൾ നോക്കി നടത്തിക്കോട്ടെ, ഞങ്ങൾ നോക്കി നടത്തു. അത്യാവശ്യം ലോണൊക്കെ എടുത്ത് കമ്പനി ഒന്ന് സെറ്റപ്പ് ആക്കി ഒരു 5 വർഷത്തിന് ശേഷം അത് പബ്ലിക് ആക്കി. ഓക്കെ, 5 വർഷത്തിന് ശേഷം ഒരു പബ്ലിക് ആക്കി. അല്ലെങ്കിൽ 2025 ആയപ്പോൾ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു? ഇത് പബ്ലിക് ആക്കാൻ തീരുമാനിച്ചു. അപ്പൊ ABC ലിമിറ്റഡ് എന്തായിട്ട് മാറി? ABC ലിമിറ്റഡ് പബ്ലിക് കമ്പനി ആയിട്ട് മാറി. ABC ലിമിറ്റഡ് പബ്ലിക് കമ്പനി ആക്കി മാറ്റി. അതിന് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോ അല്ല ഞാൻ എടുക്കുന്നത്, FM ആണ്. അപ്പോൾ അതിന്റെ ലീഗൽ പ്രൊസീഡിങ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം പറയുന്നു. ആഫ്റ്റർ 5 years 2025 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആ കമ്പനി പബ്ലിക് കമ്പനി ആക്കി മാറ്റുന്നു. പബ്ലിക് കമ്പനി ആയി എന്ന് വെച്ചിട്ട് നമുക്ക് ഷെയർ വാങ്ങാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 2024 പബ്ലിക് കമ്പനി ആക്കി എന്ന് വിചാരിക്കുക. അപ്പൊ 2024 ഷെയർ വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. പബ്ലിക് കമ്പനി ആയി എന്ന് വിചാരിച്ചിട്ട് ഷെയർ വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? 2020 കമ്പനി തുടങ്ങി. അപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. 2024 ആയപ്പോൾ അത് പബ്ലിക് കമ്പനി ആക്കി മാറ്റി. എന്നിട്ട് 2025 ആയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. കമ്പനി ലിസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നത് 2025 ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ കമ്പനിയുടെ ഷെയർസ് ഉണ്ടല്ലോ, IPO ചെയ്യാ. ലുലു IPO ചെയ്തില്ലേ? ഇനീഷ്യൽ പബ്ലിക് ഓഫർ. പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ, നമ്മളെല്ലാവരും അല്ലേ? ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് ഓഫർ ചെയ്യുക. IPO ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യണം കമ്പനി. എവിടെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞല്ലോ. എന്താണ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്? BSE ആൻഡ് NSE. എന്താണ് BSE? എന്താണ് NSE? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണ് എന്ത്? BSEയും NSEയും. പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2020 ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. അന്നൊന്നും ആർക്കും ഷെയർ ഞങ്ങൾ കൊടുത്തിരുന്നില്ല. ഞങ്ങൾ തുടങ്ങിയ ആൾക്കാർ തന്നെയായിരുന്നു ആ കമ്പനി നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി 2025 ആയപ്പോൾ കമ്പനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വിചാരിച്ചു. 2025 ആയപ്പോൾ കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് പബ്ലിക്കിന് വാങ്ങിക്കാൻ ഒരു ഓഫർ വെക്കാണ്. അപ്പൊ എന്നാണ് പബ്ലിക്കിന് അത് വാങ്ങിക്കാൻ പറ്റുക? 2025 കമ്പനി ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? BSE NSE എന്ന് പറയുന്ന ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ആണ് എന്ന് പറയുന്നത് BSE NSE. ഈ BSE NSEയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഷെയർ വിൽക്കാൻ വെക്കുന്നു. മനസ്സിലായില്ലേ? ആരുടെ ഷെയർസ്? ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർസ് എന്ത് ചെയ്യുന്നു? BSEയിലും NSEയിലും വിൽക്കാൻ വെക്കുന്നു. മനസ്സിലായില്ലേ? പെർഫെക്റ്റ് അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അപ്പോ ആദ്യമായിട്ടല്ലേ നമ്മൾ വിൽക്കാൻ വെക്കുന്നത്? ഇതുവരെ നമ്മൾ പബ്ലിക്കിനൊന്നും കൊടുത്തിട്ടില്ലല്ലോ. 2025 ലിസ്റ്റ് ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. അതിനെയാണ് IPO എന്ന് പറയുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഈ IPO സ്റ്റാർട്ട് ചെയ്യില്ലേ, അപ്പൊ തൊട്ടിട്ടാണ്
സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെ. സെബിയുടെ റെഗുലേഷൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആവുന്നത് ലിസ്റ്റഡ് കമ്പനിക്ക് മാത്രമാണ് അല്ലെ. എപ്പോ തൊട്ടാണ് ആപ്ലിക്കബിൾ ആവുന്നത്? ഇപ്പൊ കമ്പനി ലോ മാത്രം, കമ്പനീസ് ആക്ട് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, എന്തും കൂടി നോക്കണം. സെബിയുടെ റെഗുലേഷൻസും കൂടി IPOന്റെ പ്രൊസീജിയർ തുടങ്ങുന്ന സമയം തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെബിയുടെ പ്രൊസീജിയർ റെഗുലേഷൻസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം എന്ന് റൂൾ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ സെബി ആപ്ലിക്കബിൾ ആവുന്നത് ലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്കാണ്. സെബി ആപ്ലിക്കബിൾ ആവുന്നത് ലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്കാണ്. ആര് കാരണം ഈ സെബി വന്നത്? ഹർഷദ് മെഹ്ത്ത. അറിയോ? ഹർഷദ് മെഹ്ത്ത എന്ന് പറയുന്ന ഒരാളുണ്ട്. സ്കാം 1992 കണ്ടിട്ടുണ്ടാവും സീരീസ് അല്ലെ. കാണാത്ത ഒരു ഹർഷദ് മെഹ്ത്ത എന്ന് പറഞ്ഞ വലിയൊരു പുള്ളിയുണ്ട്. അയാൾ കാരണമാണ് ഈ സെബി ഒക്കെ വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ സ്കാം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോ ഉണ്ട്. അപ്പോ ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മളെല്ലാം പറയാറുണ്ട്. പക്ഷെ ഇവിടെ കുറെ പേര് റെക്കോർഡിങ്സ് വാങ്ങിക്കുന്നത് പെട്ടെന്ന് പഠിച്ച് പാസ്സാവണം എന്നുള്ള മെന്റാലിറ്റിയിലായിരിക്കും. കഥ പറഞ്ഞിരിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അനദർ വീഡിയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതും ഡീറ്റെയിൽഡ് ആയിട്ട്. കഥ പറയാന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസിലെ കാര്യങ്ങൾ ഇപ്പൊ പറയുന്നില്ല. പറയണമെങ്കിൽ പറയാം, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് ഞാൻ എന്ത് ചെയ്യും? ഔട്ട് ഓഫ് സിലബസിലോട്ടുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇട്ട് തരാം. അപ്പോ എല്ലാം അറിയണമല്ലോ. വി ആർ പ്രൊഫഷണൽസ്. അറിയാത്തായിട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഫിനാൻസിന്റെ A to Z കാര്യങ്ങൾ അറിയണം. ഇപ്പൊ സിലബസിൽ ഉള്ള കാര്യങ്ങൾ മാത്രം 100% ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോ കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് വിൽക്കാൻ വെക്കുന്നത് BSEയിലും NSEയിലുമാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമാണ്. ആദ്യമായിട്ട് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഇവിടെ വിൽക്കാൻ വെക്കൂലേ? BSEയിലും NSEയിലും വിൽക്കാൻ വെക്കൂലേ? അപ്പൊ പബ്ലിക്കിന് വാങ്ങിക്കാൻ പറ്റുന്ന ഫേസ് വാല്യൂ ആയിരിക്കില്ല. ഇവരെന്ത് ചെയ്യും? നമ്മളുടെ കമ്പനിക്ക് ഒരു മൂല്യം നിശ്ചയിക്കും. അതിനെയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം. എന്താ? മാർക്കറ്റ് പ്രൈസ്. അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഏത് കമ്പനിക്ക് ഉണ്ടാവുക? ലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്ക് ഉണ്ടാവുക. മാർക്കറ്റ് പ്രൈസ്, ഫേസ് വാല്യൂ എന്താണെന്നും മാർക്കറ്റ് പ്രൈസ് എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരെണ്ണമുണ്ട് ബുക്ക് വാല്യൂ. അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. എനിക്ക് വയ്യ, ഇപ്പൊ മാത്രം ഇത് പഠിക്കാം. കാരണം എനിക്ക് ബോറടിച്ചു തുടങ്ങി. അപ്പൊ കാരണം നിങ്ങൾ ആരെയും കാണുന്നില്ല. ഓഫ്ലൈൻ ക്ലാസ് അല്ലല്ലോ ഇത്, ഓൺലൈൻ ക്ലാസ് അല്ല. ഇനി ലൈവ് ഇട്ടാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്ത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഫേസ് വാല്യൂ എപ്പോഴാണ് വരാം? മാർക്കറ്റ് പ്രൈസ്. ഫേസ് വാല്യൂ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവുന്ന വാല്യൂ. ഇവിടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്ക് ഉണ്ടാവുള്ളൂ. ആരെ ഫിക്സ് ചെയ്യുന്നത്? BSE NSEയിൽ ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അല്ലേ? പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ് ആണ്, സെറ്റ് ആണ് അല്ലെ? ഈ ഓക്കെ, ഈ മാർക്കറ്റ് പ്രൈസ്, ഈ ഷെയർസ് ഇലക്ട്രോണിക് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഈ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ആക്കുന്ന ഒരു ആൾക്കാരാണ് CDSL-ഉം NSDL-ഉം. CDSL-ഉം NSDL എന്ന് പറയുന്ന ആൾക്കാരാണെന്ന് ഇലക്ട്രോണിക് ഫോർമാറ്റ് ഡീമെറ്റീരിയലൈസ് ചെയ്യാന്നൊക്കെ പറയും. ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ എടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷെയർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡീമെറ്റീരിയലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് ഈ രണ്ട് ആൾക്കാരാണ്. അപ്പൊ ഒരു പബ്ലിക്കിന് ഷെയർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്നാണ് വാങ്ങിക്കുക എന്നല്ല, ബ്രോക്കേഴ്സ് മുഖേനയാണ് വാങ്ങിക്കാൻ പറ്റുക. ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? ഓതറൈസ്ഡ് ബ്രോക്കേഴ്സ് ആയിരിക്കും. ലൈസൻസ് എടുത്തിട്ടുള്ള ഓതറൈസ്ഡ് ബ്രോക്കേഴ്സ് മുഖേന അവർക്കടിയിൽ എന്തുണ്ടാവും? സബ് ബ്രോക്കേഴ്സും ഉണ്ടാവും. ആരുണ്ടാവും? സബ് ബ്രോക്കേഴ്സ് ഉണ്ടാവും. ഈ സബ് ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പബ്ലിക് എന്ത് ചെയ്യുന്നത്? ഓക്കെ, സോറി, പബ്ലിക് എന്ത് ചെയ്യുന്നത്? വാങ്ങിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് CMA ഇന്റർനാർക്ക് പഠിക്കാനുണ്ട്, തിയറി ആയിട്ട് പഠിക്കാനുണ്ട്. ആ തിയറി ക്ലാസ് ആണ് കഴിഞ്ഞത്. മനസ്സിലായില്ലേ? CA-ക്കാർക്ക് ഇല്ല, CMA-ക്കാർക്ക് തിയറി ആയിട്ട് പഠിക്കാനുണ്ട്. അതാണ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞത്. മനസ്സിലായില്ലേ? IPO എന്താണ്? കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് സെയിൽ ചെയ്യാൻ പോകുന്നതാണ് IPO എന്ന് പറയുന്നത്. ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആക്കുമ്പോൾ, ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആക്കുന്ന ആ ടൈമില് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പബ്ലിക്കിന് ആ ഷെയർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ടൈം കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? IPO. ഇതിന് വേറൊരു പേരും കൂടി പറയും, പ്രൈമറി മാർക്കറ്റ്. എന്താ? പ്രൈമറി മാർക്കറ്റ്. സെറ്റ് ആണോ? പ്രൈമറി മാർക്കറ്റ് എന്നും കൂടി പറയാം. പെർഫെക്റ്റ്, 100% പെർഫെക്റ്റ് ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പോ എന്തൊക്കെയാ പഠിച്ചത്? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർസ് നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റില്ല, ഈസി അവൈലബിൾ ആയിരിക്കില്ല. നമുക്ക് വാങ്ങാൻ പറ്റുന്നത് ലിസ്റ്റ് ചെയ്യണം. അത് ലിസ്റ്റ് ചെയ്തതിനു ശേഷം IPO ചെയ്യും. IPO എന്താണെന്ന് മനസ്സിലായി, പ്രൈമറി മാർക്കറ്റ് ആണെന്ന് മനസ്സിലായി. മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവുന്നത് ആർക്കാണ്? ലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്കായിരിക്കും. ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഷെയർസ് എങ്ങനെയായിരിക്കും? CDSL NSDL ഇലക്ട്രോണിക് ഫോർമാറ്റിലായിരിക്കും. ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഷെയർസ് വാങ്ങിക്കുന്നുണ്ടാവുക. ഇതൊക്കെ ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പോ എന്തൊക്കെ പഠിച്ചു ഇവിടെ? ഫേസ് വാല്യൂ എന്താണെന്ന് പഠിച്ചു. മാർക്കറ്റ് പ്രൈസ് ആർക്കാണ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, പിന്നെ പഠിക്കുന്നത് എന്താണ്? പിന്നെ പഠിച്ചത് IPO എന്താണെന്ന് പഠിച്ചു. പെർഫെക്റ്റ് അല്ലേ?